നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ടോപ്പിക്കാണ് കവർ ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ബേസിക് കാര്യങ്ങളല്ല പറയുന്നത്, എല്ലാം അറിഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്ത് ചെയ്യും, ആ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു പോകും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന രോഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇതുവരെ പഠിച്ചു, ജീവിതശൈലി രോഗങ്ങൾ വരെ പഠിച്ചു അല്ലേ. ഇനി ക്യാൻസർ നമുക്കറിയാം. ക്യാൻസറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത് ക്യാൻസർ. ഓക്കെ, ക്യാൻസർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊണ്ണത്തടി വരെയൊക്കെ നോക്കിയതാണ്. ഇനി എന്താണ് ക്യാൻസർ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം. അനിയന്ത്രിതമായി കോശ വിഭജനം, സെൽ ഡിവൈഡ് ചെയ്ത് വഴി എന്താണ് കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിന് കാരണമായ ജീനുകൾ ഏതാണ്? ഓങ്കോ ജീനുകളാണ്. ഓങ്കോ ജീനുകളാണ് ക്യാൻസറിന് കാരണമായ ജീനുകൾ എന്ന് പറയുന്നത്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓങ്കോളജിയാണ്. ഓങ്കോജീനുകളും ഓങ്കോളജിയും പഠിച്ചല്ലോ. ഓങ്കോജീനുകളും ഓങ്കോളജിയും എന്ത് ഒന്ന് ഓർത്തിരിക്കുക. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയത്താണ്. ഹൃദയം എന്ത് ചെയ്യത്തില്ല? ഹൃദയത്തെ ക്യാൻസർ ബാധിക്കത്തില്ല. ചോദിക്കാം. ക്യാൻസർ കോശങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നാണ്. നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നാണ് ഇതിനറിയപ്പെടുന്ന. ക്യാൻസർ കോശങ്ങളെ വിളിക്കുന്ന പേര് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നാണ്. ഓക്കെ, ക്യാൻസർ രോഗനിർണയത്തിനായി കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയ എന്നാണ് ബയോപ്സിയാണ്. ബയോപ്സി അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ രോഗനിർണയത്തിനായി കലകൾ, സെൽ എന്ന ടിഷ്യൂസ് എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഏത്? ബയോപ്സി. ബയോപ്സി എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതെന്താണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ഓർത്തിരിക്കുക. സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് എന്ത്? പാപ്സ്മിയ. പാപ്സ്മിയ വെച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് പാപ്സ്മിയ. പഠിച്ചു വെക്കുക. പാപ്സ്മിയർ എന്താണ്? സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് പാപ്സ്മിയർ. ഓക്കെ, സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് എന്താണ്? പാപ്സ്മിയർ ആണ്. നമ്മൾ പഠിച്ചാണ്, നമുക്കറിയാം. നമുക്കറിയുന്ന കാര്യം എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയുന്ന ടെസ്റ്റ് പാപ്സ്മിയർ ആണ്. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേക സ്വഭാവമാണെന്ന് മെറ്റാസ്റ്റസിസ് എന്ന് വെച്ചാൽ. മെറ്റാസ്റ്റസിസ് എന്താണ്? ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ മറ്റു ഭാഗത്ത് സ്പ്രെഡ് ആവുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാസ്റ്റസിസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റസിസ് എന്താണ്? ടെസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ബാക്കി ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റസിസ് എന്ന് പറയുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസുകളാണ്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസുകളാണ്. ഓങ്കോ വൈറസ് ഉണ്ടാകുന്ന ക്യാൻസറാണ് ഇത്? സെർവിക്കൽ ക്യാൻസർ. ഓങ്കോ വൈറസ് ഉണ്ടാകുന്ന ക്യാൻസർ ആണെന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ, അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓങ്കോ വൈറസ് ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നും പറയാം. ഓക്കെ, ഓങ്കോ വൈറസുകൾക്ക് ഉദാഹരണം ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓങ്കോ വൈറസുകൾക്ക് ഉദാഹരണമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസും അതുപോലെ എന്താണ് എപ്സ്റ്റീൻ ബാർ വൈറസും. ഓക്കെ, എപ്സ്റ്റീൻ ബാർ വൈറസും അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതിന് ഉദാഹരണമാണ് ഓങ്കോ വൈറസ്. ഓങ്കോ വൈറസുകളാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഹെർപ്പസ് സിംപ്ലക്സ് ടൈപ്പ് 2 വൈറസ്. അതുപോലെ ഹെർപ്പക്സ് ഏതാണ്? സിംപ്ലക്സ് ടൈപ്പ് 2 വൈറസും ഹെർപ്പസ് സിംപ്ലക്സ് ടൈപ്പ് വൈറസും അതിന് ഉദാഹരണമാണ്. ഈ പറയുന്ന ഓങ്കോ വൈറസുകൾക്ക് ഉദാഹരണമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസും എപ്സ്റ്റീൻ ബാർ വൈറസും. അതുപോലെ തന്നെ ഇതാണ് ഹെർപ്പസ് സിംപ്ലക്സ് ടൈപ്പ് 2 വൈറസും ഒക്കെ ഏതിന് ഉദാഹരണമാണ്? ഓങ്കോ വൈറസിന് ഉദാഹരണമാണ്. കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന സ്വഭാവം നഷ്ടപ്പെടുന്ന കോശമാണ് ക്യാൻസർ കോശം. എന്താണ്? കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന സ്വഭാവം നഷ്ടപ്പെടുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാൻസർ കോശങ്ങളാണ്. എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സാ രീതിയെ എന്ത് വിളിക്കുന്നു? റേഡിയേഷൻ തെറാപ്പി. അതായത് എന്താണ്? എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് എന്ത്? റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസർ കോശങ്ങൾ മാത്രം നശിപ്പിക്കാനായി കൊടുക്കുന്ന മരുന്നാണ് ഏത്? കീമോതെറാപ്പി. പഠിച്ചു വെച്ചോ, ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നാണ് ഏത്? കീമോതെറാപ്പി എന്ന് പറയുന്നത്. കീമോതെറാപ്പി ചെയ്യുന്നതിലൂടെ മുടി കൊഴിയും, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയും. ക്യാൻസർ ബാധിച്ച ശരീരഭാഗം മുറിച്ചു കളയാവുന്നതാണെങ്കിൽ ആ ശരീരം എന്താണ്? സർജറിയിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മുറിച്ചു കളയാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് സർജറിയിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇമ്മ്യൂണോ തെറാപ്പി എന്താ നോക്കാം. ഓക്കെ, കീമോതെറാപ്പി നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ക്യാൻസർ കോശങ്ങൾ മാത്രം നശിപ്പിക്കാൻ ഉള്ള ഒരു എന്താണ് രീതിയാണ് എന്ന് പറയുന്നത് നമ്മുടെ കീമോതെറാപ്പി എന്ന് പറയുന്ന മരുന്നാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് നോക്കാം. ക്യാൻസർ കീമോതെറാപ്പി നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? ഇമ്മ്യൂണോ തെറാപ്പി നോക്കാം. സൈഡ് എഫക്ട് ഇല്ലാത്ത ക്യാൻസർ ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോ തെറാപ്പി. എന്തില്ല? സൈഡ് എഫക്ട് ഇല്ല, നോ സൈഡ് എഫക്ട് ആണ് ഇതെന്ന് പറയുന്നത് ഇമ്മ്യൂണോ തെറാപ്പി. ഇമ്മ്യൂണോ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ആന്റിബോഡി ഇതാണ്? മോണോക്ലോണൽ ആന്റിബോഡിയാണ്. മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയിൽ. മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഇമ്മ്യൂണോ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഇത്. അതാണ് ഇതിന് എന്തില്ല? സൈഡ് എഫക്ട് ഇല്ല. ഓക്കെ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമാണ് ഇത്? ആൽഫ ഇന്റർഫെറോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ആൽഫ ഇന്റർഫെറോൺ എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധത്തെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്ന ആൽഫ ഇന്റർഫെറോൺ എന്ന് വിളിക്കുന്നത്. അല്ലെ, നമ്മൾ ഏതൊക്കെ പറഞ്ഞു? കീമോതെറാപ്പി പഠിച്ചു, ഇമ്മ്യൂണോ തെറാപ്പി പഠിച്ചു. ഓക്കെ, ഇനി ഏതാണ്? ഹോർമോൺ തെറാപ്പി എന്ന് നോക്കാം. അടുത്തത് എന്താണ്? ഹോർമോൺ തെറാപ്പിയാണ്. ഓപ്പോസിറ്റ് ഹോർമോൺ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഹോർമോൺ തെറാപ്പി. അതായത് ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ ഹോർമോൺ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, തിരിച്ചതുപോലെ ആയിരിക്കും. എന്താണ്? ഓപ്പോസിറ്റ് ഹോർമോൺ കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്ന ഹോർമോൺ തെറാപ്പി. ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിന് ടെസ്റ്റോസ്റ്റിറോൺ മരുന്നിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഉദാഹരണമാണ്. ഓക്കെ,
അതുപോലെ തന്നെ മെർക്കാപ്റ്റോ പ്യൂറൈൻ അതുപോലെ തന്നെ എന്താണ് 6 അമിനോ പെപ്റ്റൈൻ എന്നിവ കീമോതെറാപ്പിയിൽ നൽകുന്ന മരുന്നുകളാണ്. നേരത്തെ പറഞ്ഞ കീമോതെറാപ്പിയിൽ നൽകുന്ന മരുന്നാണ് ഏതെന്ന് പറയുന്ന മെർക്കാപ്റ്റോ പ്യൂറൈനും അതുപോലെ 6 അമിനോപ്റ്റിൻ അമിനോപ്റ്ററിൻ എന്നൊക്കെ പറയുന്ന ഇതിന് ഉദാഹരണമാണ് കീമോതെറാപ്പിയിൽ നൽകുന്ന മരുന്നുകളാണ്. അപ്പം മെർക്കാപ്റ്റോ പ്യൂറൈനും 6 അമിനോപ്റ്ററിൻ എന്നൊക്കെ പറയുന്ന ഏതാണ് ഈ പറയുന്ന കീമോതെറാപ്പിയിൽ നൽകുന്ന മരുന്നുകളാണ്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ശവനാറി ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഏതാണ് വിൻക്രിസ്റ്റൈനും വിൻബ്ലാസ്റ്റൈൻ എന്നിവ എന്താണ് രക്താർബുദ ചികിത്സയ്ക്ക് രക്താർബുദ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ബ്ലഡ് ക്യാൻസറിന് കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന ശവനാറി ചെടിയിൽ നിന്നിട്ട് വേർതിരിച്ചെടുക്കുന്ന ഏതാണ് വിൻക്രിസ്റ്റൈനും വിൻബ്ലാസ്റ്റൈനും. രണ്ടെണ്ണം ഓർത്തിരിക്കുക, വിൻക്രിസ്റ്റൈനും വിൻബ്ലാസ്റ്റൈനും. ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞ 6 അമിനോപ്റ്ററിനും അതുപോലെ എന്താണ് മെർക്കാപ്റ്റോ പ്യൂറൈനുമാണ് കേട്ടോ. ഇനി ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്താണ് നോക്കാം. ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കാം. ക്യാൻസർ കോശങ്ങളിൽ രൂപപ്പെടുന്ന പുതിയ പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇത് ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളിൽ രൂപപ്പെടുന്ന പുതിയ പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി, ഗ്യാസ്ട്രോസ്കോപ്പി, ആമാശയ ക്യാൻസർ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത എന്ത് നോക്കാം. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ആമാശയ ക്യാൻസർ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ്. ഇതിനാണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആമാശയ ക്യാൻസർ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എന്താണ് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇമേജ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറഞ്ഞ എന്താണ് ക്യാൻസർ കോശങ്ങളിൽ രൂപപ്പെടുന്ന പുതിയ പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനാണ്. ഇവിടെ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എന്താണ് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ആമാശയ ക്യാൻസർ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഏതാണ് ഈ പറഞ്ഞ ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പി എന്ന് നോക്കാം. ലാപ്രോസ്കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുപ്പല്ലിന്റെ ഭാഗത്തെ ക്യാൻസർ കണ്ടെത്താനാണ് ലാപ്രോസ്കോപ്പിയുടെ. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ എന്താണ് ഇടുപ്പല്ലിന്റെ ഭാഗത്തെ ക്യാൻസർ കണ്ടെത്താനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇടുപ്പല്ലിന്റെ ഭാഗത്തെ ക്യാൻസർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. വിവിധ തരം ക്യാൻസറുകൾ നമുക്ക് നോക്കാം അല്ലെ. പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട് നമുക്ക് നോക്കാം. കാർസിനോമ എന്ന് വെച്ചാൽ കാർസിനോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, ആമാശയ ക്യാൻസർ, സ്കിൻ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ, ലങ് ക്യാൻസർ എന്നിവയാണ് എന്ന് പറയുന്നത് കാർസിനോമ. ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ എന്താണ് ആമാശയ ക്യാൻസർ, സ്കിൻ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ, ലങ് ക്യാൻസർ എന്നിവയാണ് എന്ന് പറയുന്നത് കാർസിനോമ എന്ന് പറയുന്നത് അല്ല. വിവിധ തരം ക്യാൻസർ ഉണ്ട്. കാർസിനോമ എന്ന് വെച്ചാൽ ഒരു തരമാണ്. ബ്രസ്റ്റ് ക്യാൻസറും ആമാശയ ക്യാൻസറും സ്കിൻ ക്യാൻസറും പാൻക്രിയാസ് ക്യാൻസറും ലങ് ക്യാൻസർ എന്നിവയാണ് കാർസിനോമയ്ക്കാണ്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ക്യാൻസറുകളാണ്. അതുപോലെ തന്നെ ലിംബ് ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്ന ക്യാൻസറാണ് ലിംഫോമ. ലിംഫോമ എന്ന് വെച്ചാൽ എന്താണ് ലിംബ് ഗ്രന്ഥങ്ങളാണ് ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ലാപ്രോസ്കോപ്പി എന്നാണ് ഇടുപ്പല്ലിന്റെ ഭാഗത്തെ ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് ലാപ്രോസ്കോപ്പി. അപ്പൊ അതുപോലെ പറഞ്ഞപ്പോൾ ലിംബ് ഗ്രന്ഥികൾ ഉണ്ടാകുന്ന ക്യാൻസർ എന്താണ് ലിംഫോമയാണ് ലിംബ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. സാർക്കോമ എന്ന് പറയുന്നത് എന്താണ് അസ്ഥി, ലിംബ് നോഡുകൾ എന്നിവയിലെ ക്യാൻസർ ആണ് സാർക്കോമ. അപ്പൊ രണ്ടു തരം പഠിച്ചു. എന്താണ് ലിംബോമ പഠിച്ചു, ഇതും പഠിച്ചു, സാർക്കോമ പഠിച്ചു. ലിംബ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് ലിംബോമ എങ്കിൽ സാർക്കോമ എന്താണ് അസ്ഥി, ലിംബ് നോഡുകൾ എന്നിവയിൽ ഉള്ള ക്യാൻസറാണ് എന്ത് സാർക്കോമ എന്ന് പറയുന്നത്. ഇനി രോഗങ്ങൾ നമുക്ക് നോക്കാം. പല പല രോഗങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻസർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു. ക്യാൻസർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് അടിച്ചത് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ്. പെട്ടെന്ന് പറഞ്ഞു പോയത് നമുക്ക് സമയമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യുക, ക്യാൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് അടിച്ച് പഠിക്കണം. അപ്പൊ അടുത്ത രോഗങ്ങൾ നോക്കാം. അലർജി, പ്രതിരോധ സംവിധാനത്തിന്റെ എന്താണ് അമിത പ്രതികരണമാണ് അലർജി. നമുക്ക് എന്താ ഡിഫൻസ് ഉണ്ടായിരിക്കും, അതിനെന്താണ് ഓവർ ആകുമ്പോൾ പ്രതിരോധ സംവിധാനത്തിന്റെ എന്താണ് അമിത പ്രതികരണമാണ് അലർജി എന്ന് പറയുന്നത്. അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡിയാണ് LGE എന്ന് പറയുന്നത്. LGE എന്ന് വെച്ചാൽ എന്താണ് അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡി എന്ത് വിളിക്കുന്നു, LG എന്ന് വിളിക്കുന്നു. അലർജി ഉണ്ടാകുന്ന വസ്തുക്കളെ പറയുന്നതാണ് അലർജൻസ്. അപ്പോൾ അലർജി ഉണ്ടാകുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര് എന്താണ്, അലർജൻസ് എന്നാണ് കേട്ടോ. അലർജി ഉണ്ടാകുന്ന വസ്തുക്കളെ പറയുന്നത് എന്താണ്, അലർജൻസ് എന്നാണ്. അലർജിയുടെ ഫലമായി ഉണ്ടാകുന്ന രാസവസ്തുക്കളാണ് എന്താ ഹിസ്റ്റമിനുകളും സെറട്ടോണിനും. സെറട്ടോണിനും അതുപോലെ തന്നെ ഹിസ്റ്റമിനുകളും എന്ന് വെച്ചാൽ അലർജിയുടെ ഫലമായി ഉണ്ടാകുന്ന രാസവസ്തുക്കളാണ് എന്ന് പറയുന്നത് ഹിസ്റ്റമിനുകളും അതുപോലെ തന്നെ സെറട്ടോണിനും എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്ന മാസ്റ്റ് സെല്ലാണ്. മാസ്റ്റ് സെല്ലാണ് ഹിസ്റ്റമിൻ ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ എന്താണ് മാസ്റ്റ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അലർജിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്, ആന്റി ഹിസ്റ്റമിനുകളാണ്. അപ്പോൾ ഇവിടെ പഠിച്ചു എന്താണ് അലർജിക്ക് ഫലമായി ഉണ്ടാകുന്ന രാസവസ്തുക്കളാണ് ഹിസ്റ്റമിനുകളും സെറട്ടോണിനും നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് എന്ത് പറയാം, അലർജിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്, ആന്റി ഹിസ്റ്റമിനുകളാണ്. അലർജിക്ക് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്, ഹേ ഫീവറും അതുപോലെ എന്താണ് ആസ്മ. ഹേ ഫീവറും അതുപോലെ ആസ്മയ്ക്ക് എന്താണ് അലർജിക്ക് കൊടുക്കുന്ന മരുന്നുകളാണ്. അലർജിക്ക് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഹേ ഫീവറും ആസ്മയും എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കുമ്പോൾ സ്വയം പ്രതിരോധ വൈകൃതം എന്താണ്. ഒരു വ്യക്തിയുടെ പ്രതിരോധ സംവിധാനം അയാളുടെ തന്നെ ശരീരകോശങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം, സ്വയം പ്രതിരോധ വൈകൃതം എന്ന് വിളിക്കാം. സന്ധിവാതവും ഹാഷ്മിറ്റോസ് ഡിസീസും അതുപോലെ തന്നെ ഏതാണ് മൈസ്തീനിയ ഗ്രാവിസും ഇതിൽ വരുന്നതാണ്
മൈസ്തീനിയ ഗ്രാവിസ് എന്നിവ സ്വയം പ്രതിരോധ വൈകൃതത്തിന് ഉദാഹരണമാണ്. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ സ്വയം പ്രതിരോധ വൈകൃതം. ഒരു വ്യക്തിയുടെ എന്താണ് പ്രതിരോധ സംവിധാനം അയാളെ തന്നെ ശരീരകോശങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് സന്ധിവാതവും ഹെഷ്മറ്റോസ് ഡിസീസും മൈസ്തീനീസിയ ഗ്രാവിസ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി പകർച്ചവ്യാധികൾ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പകരാത്ത രോഗങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇനി പകർച്ചവ്യാധികളാണ് കേട്ടോ. ഇത്രയും നേരം പഠിച്ചത്, കഴിഞ്ഞ ഒരു വീഡിയോയും ഇതുവരെ പഠിച്ചത് പകരാത്ത രോഗങ്ങളാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ഏതാണ്? പകർച്ചവ്യാധികളാണ്. മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന ജീവികൾ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, വിരകൾ, ഫംഗസ് തുടങ്ങിയവയാണ്. വസൂരി നമുക്ക് നോക്കാം. ആദ്യത്തെ പഠിക്കാൻ പോകുന്ന വസൂരി എന്ന് പറയുന്നത് സ്മോൾ പോക്സ്. ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ്. ഇന്നില്ല, എന്ത് ചെയ്തു? നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ വാക്സിൻ ഏതാണ്? വസൂരി വാക്സിൻ ആണ്. പഠിച്ചു വെച്ചോ, വസൂരി വാക്സിൻ ആണ് ലോകത്തിലെ ആദ്യ വാക്സിൻ. വസൂരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ചവരാണ് എഡ്വേർഡ് ജെന്നർ ആണ് വസൂരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ചത്. വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എഡ്വേർഡ് ജെന്നർ തന്നെയാണ്. വസൂരി ഒരു വൈറസ് രോഗമാണ്. വസൂരി എന്താണ്? ഒരു വൈറസ് രോഗമാണ്. വസൂരിക്ക് കാരണമായ വൈറസ് ഏതാണ്? വെരിയോളയാണ്. ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു പോവാം. പകർച്ചവ്യാധികൾ പഠിക്കുന്നു. ആദ്യത്തത് വസൂരിയാണ്. സ്മോൾ പോക്സ് ആണ് ഇന്ന് ലോകത്തില്ല. ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് വസൂരി വാക്സിൻ. കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. വസൂരി ഒരു എന്താണ്? വൈറസ് രോഗമാണ്. ആ വൈറസ് ഏതാണ്? വെരിയോളയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടാമത്തതാണ് ഇത് ചിക്കൻ പോക്സ്. രോഗം പരത്തുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ ആണ്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് രോഗം പരത്തുന്ന വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത്. ചിക്കൻ പോക്സ് പരത്തുന്നത് ഏത് വൈറസ് ആണ്? വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ ആണ് ഇത് വാരിസെല്ല വാക്സിൻ. വാരിസെല്ല വാക്സിൻ എന്ന് പറയുന്നത് ഏതിനാണ്? ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ. ചിക്കൻ പോക്സ് നമുക്കെല്ലാം വന്നിട്ടുള്ള രോഗമാണ്. രോഗം വരുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ ആണ് ഏതാണ്? വാരിസെല്ല വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചാം പനി മൂന്നാമത്താണ് ഏതെന്ന് പറയുന്നത്? അഞ്ചാം പനി അല്ലെങ്കിൽ ഏതെന്ന് പറയുന്നത് മണ്ണൻ കേട്ടോ. മണ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അഞ്ചാം പനി. ഓക്കെ, ഇതൊരു വൈറസ് രോഗമാണ്. ഓക്കെ, ഇതൊരു വൈറസ് രോഗമാണ്. അതുപോലെ തന്നെ അഞ്ചാം പനിക്കെതിരെയുള്ള വാക്സിൻ ആണ് MMR എന്ന് പറയുന്നത്. MMR എന്ന് വെച്ചാൽ ഇതിനെതിരെയുള്ളതാണ്. ഈ പറയുന്ന അഞ്ചാം പനിക്കെതിരെയുള്ള വാക്സിൻ ആണ്. ഈ ഒരു വാക്സിൻ 3 രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. MMR എന്ത് ചെയ്യുന്നു? 3 രോഗത്തെ പ്രതിരോധിക്കാൻ യൂസ് ചെയ്യുന്നു. മീസിൽസ് വന്നാലും മുണ്ടുനീര്, മംസ് വന്നാലും റുബെല്ല, ഇവയ്ക്കെതിരെ ഏത് ഉപയോഗിക്കുന്നു? MMR ഉപയോഗിക്കുന്നു. അപ്പം മീസിൽസ് ആയാലും മുണ്ടുനീരായാലും റുബെല്ല എന്ന് പറയുന്ന ഏത് രോഗങ്ങൾ വന്നാൽ ഏത് ഉപയോഗിക്കുന്നു? MMR നമ്മൾ ഉപയോഗിക്കുന്നു. MMR. ഓക്കെ, ശരി. മുണ്ടുനീര് ഇതൊരു വൈറസ് രോഗമാണ്. മുണ്ടുനീര് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. മുണ്ടുനീര് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? പരോറ്റിഡ് ഗ്രന്ഥിയാണ്. പരോറ്റിഡ് ഗ്രന്ഥിയാണ് എന്ത് ബാധിക്കുന്നത്? മുണ്ടുനീര് ബാധിക്കുന്നത്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? റുബെല്ലയാണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന ഏതാണ്? റുബെല്ലയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്? MMR ഉപയോഗിക്കുന്നതാണ്. മുണ്ടുനീരിനും മീസിൽസിനും റുബെല്ലയ്ക്കും ഏത് ഉപയോഗിക്കുന്നു? നമ്മുടെ MMR ഉപയോഗിക്കുന്നു. അപ്പൊ മുണ്ടുനീര് എന്താണ്? ഈ പറയുന്ന മുണ്ടുനീര് എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണ്. മുണ്ടുനീര് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? പരോട്ടിഡ് ഗ്രന്ഥിയാണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? റുബെല്ലയാണ്. ഓക്കെ, നിമോണിയ എന്ന് നോക്കാം. നിമോണിയ ഒരു ബാക്ടീരിയൽ രോഗമാണ്. നിമോണിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. നിമോണിയ എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന രോഗമാണ് നിമോണിയ എന്ന് പറയുന്നത്. സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന രോഗമാണ് നിമോണിയ എന്ന് പറയുന്നത്. നിമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പരസ്യം കണ്ടില്ല. അപ്പൊ നിമോണിയ ബാധിക്കുന്നത് എവിടെയാണ്? ശ്വാസകോശത്തെയാണ്. ഒന്നുകൂടെ പറയാം, മുണ്ടുനീരും റുബെല്ലയും നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഇനി നോക്കുന്നു ഈ പറയുന്ന നിമോണിയ നോക്കാം. റുബെല്ലയും ഏതും പഠിച്ചു, മുണ്ടുനീരും പഠിച്ചു. നിമോണിയ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ, ഇത്രയും നേരം പറഞ്ഞൊക്കെ വൈറസ് ആയിരുന്നു. ബാക്ടീരിയ രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നിമോണിയ എന്ന് പറയുന്നത് ബാക്ടീരിയൽ രോഗമാണ് നിമോണിയ. സമ്പർക്കത്തിലൂടെയും പകരും വായിലൂടെയും പകരുന്ന രോഗമാണ് നിമോണിയ എന്ന് പറയുന്നത്. നിമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശമാണ്, ലങ്സ്. ഓക്കെ, ഡിഫ്തീരിയ അടുത്തതാണ് എന്ന് പറയുന്നത്. ഡിഫ്തീരിയ എന്നാണ് രണ്ടാമത്തെ ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കൊറിന ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഈ രോഗം വരുന്നത്. എന്നാണ് കൊറിന ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടമുള്ള എന്ന് പറയുന്ന രോഗം എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്. സമ്പർക്കത്തിലൂടെയും വായിലൂടെയും എന്ത് ചെയ്യുന്ന രോഗം പകരുന്നു. സമ്പർക്കത്തിലൂടെയും പകരുന്നു, വായിലൂടെയും ഏത് പകരുന്നു? ഡിഫ്തീരിയ പകരുന്നു. തൊണ്ട, മൂക്ക്, ബ്ലഡ്, ബ്രെയിൻ ഇത്രയും ശരീരഭാഗങ്ങളെ ഡിഫ്തീരിയ എന്ത് ബാധിക്കും? തൊണ്ടയും മൂക്കിനെയും ബ്ലഡിനെയും ബ്രെയിനെയും ബാധിക്കും ഏത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ അത് പഠിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്താണ്? ഷിക് ടെസ്റ്റ് ആണ്. ഷിക് ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ. കൊറിന ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഈ രോഗം പകർത്തുന്നത്. സമ്പർക്കത്തിലൂടെയും വായിലൂടെയും രോഗം പകരുന്നു. തൊണ്ട, മൂക്ക്, ബ്ലഡ്, ബ്രെയിൻ ഇത്രയും ശരീരഭാഗങ്ങളോട് എന്ത് പകരുന്നു? ഡിഫ്തീരിയ പകരുന്നു. ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഷിക് ടെസ്റ്റ് ആണ്. ഡിഫ്തീരിയക്കെതിരെ വാക്സിൻ ആണ് DPT എന്ന് പറയുന്നത് കേട്ടോ. ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിനാണ് DPT. ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്.
ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിൻ എന്താണ്? DPT ആണ് ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിൻ എന്ന് പറയുന്നത്. DPT വാക്സിൻ ഉപയോഗിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, അതുപോലെ എന്താണ് ടെറ്റനസ്. അപ്പോൾ ഏതൊക്കെയാണ്? പെർട്ടൂസിസ്, ടെറ്റനസ്, അതുപോലെ ഡിഫ്തീരിയ. 3 രോഗങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം? DPT വാക്സിൻ ഉപയോഗിക്കാം. അപ്പൊ ഡിഫ്തീരിയക്ക് ഉപയോഗിക്കുന്നു, പെർട്ടൂസിസിന് ഉപയോഗിക്കുന്നു, ടെറ്റനസിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു. DPT പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഷിക് ടെസ്റ്റും DPT നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ ഡിഫ്തീരിയ, പെർട്ടൂസിസ് എന്താണ്? വില്ലൻ ചുമയാണ്. വില്ലൻ ചുമ എന്ന് വിളിക്കുന്നു? പെർട്ടൂസിസ് എന്ന് വിളിക്കുന്നു. പെർട്ടൂസിസ് എന്താണ്? വില്ലൻ ചുമയാണ്. ടെറ്റനസ്, ഇവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഈ 3 എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. പഠിച്ചു വെച്ചോ. PSC ഇപ്പം ബാക്ടീരിയൽ രോഗങ്ങൾ ഏതാണ്, അതായത് വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെയാണ് വരുന്നത്, പഠിച്ചു വെക്കുക. ഡിഫ്തീരിയ, പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, ടെറ്റനസ്, ഇതെന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. ഈ 3 എന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. ഓക്കെ, നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് നോക്കാം. ബോർഡാറ്റെല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയ ആണ് രോഗകാരി. ബോർഡാറ്റെല്ല എന്താണ്? ബോർഡാറ്റെല്ല പെർട്ടൂസിസ് ആണ് ബാക്ടീരിയ ആണ് രോഗകാരി. സമ്പർക്കത്തിലൂടെയും വായിലൂടെയും ഏത് പകരുന്നു? ഈ പറയുന്ന പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ പകരുന്നു. വില്ലൻ ചുമ എന്ന് ഇതിനറിയപ്പെടുന്നത് നമുക്കറിയാം, ശ്വാസകോശം അല്ലെങ്കിൽ ട്രക്കിയാണ് ഈ രോഗം ബാധിക്കുന്നത്. വില്ലൻ ചുമ ബാധിക്കുന്നത് അല്ലെങ്കിൽ പെർട്ടൂസിസ് ബാധിക്കുന്നത് എവിടെയാണ് ചോദിക്കുക? എവിടെയാണ്? നമ്മുടെ ശ്വാസനാളമാണ്. ശ്വാസകോശമല്ല, ശ്വാസനാളമായ ട്രക്കിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ രോഗം ബാധിക്കുന്നത്. ഓക്കെ, അത് അത്രയും ഓക്കെ അല്ലേ? ഇപ്പൊ ടെറ്റനസ് അല്ലെങ്കിൽ കുതിരസന്ധി എന്താ നോക്കാം. മുറിവിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. എന്താണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. മസിലുകളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ലോക്ജോ എന്ന ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞ, ടെറ്റനസ് എന്ന് പറഞ്ഞാൽ കുതിരസന്ധി, മുറിവിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ഇത് രോഗകാരി. മസിലുകളെയാണ് ഇത് ബാധിക്കുന്നത്. ലോക്ജോ ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഏതാണ്? ടെറ്റനസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടെറ്റനസും ഡിഫ്തീരിയയും വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടൂസിസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. അതൊന്ന് ഓർത്തിരിക്കും. ഇനി രോഗങ്ങൾ ബാക്കി വേറെ നോക്കാം. ക്ഷയം, ട്യൂബർക്കുലോസിസ് ആണ് ക്ഷയം എന്ന് പറയുന്നത്. രോഗകാരി എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ആണ് രോഗകാരണം എന്ന് പറയുന്നത്, ക്ഷയത്തിന് കാരണം. ബാധിക്കുന്ന ശരീരം ശ്വാസകോശത്തെ ബാധിക്കും, ശ്വാസകോശം ബാധിക്കും, കുടലിനെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, ചർമ്മത്തെ ബാധിക്കും, അസ്ഥിയെ ബാധിക്കും. ഏത് വന്നാൽ? ക്ഷയം വന്നു കഴിഞ്ഞാൽ. അസ്ഥികളെ ബാധിക്കുന്ന ക്ഷയമാണ് ഓസ്റ്റിയൽ ട്യൂബർക്കുലോസിസ്. ഓസ്റ്റിയൽ ട്യൂബർക്കുലോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസ്ഥികളെ ബാധിക്കുന്ന ക്ഷയമാണ് ഓസ്റ്റിയൽ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. സ്കിന്നിനെ ബാധിക്കുന്ന ട്യൂബർക്കുലോസിസ് ആണ് ഇത് ഡെർമൽ ട്യൂബർക്കുലോസിസ്. തലച്ചോറിനെ ബാധിക്കുന്ന ഏതാണ്? മെനഞ്ചൽ ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഓരോന്നും പഠിക്കാം, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ക്ഷയമാണ് പഠിക്കുന്നത്, ട്യൂബർക്കുലോസിസ് ആണ് പഠിക്കുന്നത്. രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ആണ്. ഓക്കെ, ബാധിക്കുന്ന ശരീരം ശ്വാസകോശം, കുടല്, തലച്ചോറ്, ചർമ്മം, അസ്ഥിയൊക്കെ ബാധിക്കുന്നു. അസ്ഥികളെ ബാധിക്കുന്ന ക്ഷയമാണ് ഇത് ഓസ്റ്റിയൽ ട്യൂബർക്കുലോസിസ്. സ്കിന്നിനെ ബാധിക്കുന്ന ഏതാണ്? ഡെർമൽ ട്യൂബർക്കുലോസിസ്. തലച്ചോറിനെ ബാധിക്കുന്ന ഏതാണ്? മെനിഞ്ചൽ ട്യൂബർക്കുലോസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞ് ജനിച്ച് എത്രയാണ്? 24 മണിക്കൂർ നമ്മൾ ഏത് കൊടുക്കും? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കും. ട്യൂബർക്കുലോസിസ് എടുക്കുന്ന വാക്സിൻ, TB വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന വാക്സിൻ ഏതാണ്? BCG ആണ്. ബാസിലസ് കാൽമെറ്റ് ഗുറിയൻ ആണ്. കാൽമെറ്റും ഗുറിയൻ 2 ആൾക്കാരാണ്. കാൽമെറ്റും ഗുറിയൻ. ട്യൂബർക്കുലോസിസ് എടുക്കുന്ന വാക്സിൻ ആണ് ഏതെന്ന് പറയുന്നത്? BCG എന്ന് പറയുന്നത്. കാൽമെറ്റും ഗുറിയനും ചേർന്നാണ് BCG കണ്ടുപിടിച്ചത്. ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? മാൻഡോസ് ടെസ്റ്റ് ആണ്. മാൻഡോസ് ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് മാൻഡോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പോയത്. TB വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ട്യൂബർക്കുലോസിസ് എടുക്കുന്ന വാക്സിൻ BCG ആണ്. കാൽമെറ്റും ഗുറിയനും ചേർന്നാണ് BCG കണ്ടുപിടിച്ചത്. ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ഏതാണ്? മാൻഡോസ് ടെസ്റ്റ് ആണ്. ക്ഷയരോഗത്തിന്റെ ചികിത്സ എന്താണ്? ഈ പറയുന്ന ഡോട്ട്സ് ആണ്. ഡോട്ട്സ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഒബ്സർവബിൾ ട്രീറ്റ്മെന്റ്. ഡോട്ട് എന്ന് പറയുന്നത് DOTS. ഡോട്ട്സ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഡയറക്ട്ലി ഒബ്സർവബിൾ എന്നാണ് ട്രീറ്റ്മെന്റ് ആണ്. ഡയറക്ട്ലി ഒബ്സർവബിൾ ട്രീറ്റ്മെന്റ് ആണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിന്റെ ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ TB ഡേ എന്നാണ് March 24 കോസ്റ്റ് ഡിസീസ് എന്നും വെളുത്ത പ്ലേഗ് എന്നും ഇതറിയുന്നു. കോസ്റ്റ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു, വെളുത്ത പ്ലേഗ് എന്നും ഇതറിയപ്പെടുന്നു. TB നിർമ്മാർജ്ജന പദ്ധതിയാണ് RNTCP. റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ആണ് RNTCP. ഓക്കെ, RNTCP എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന എന്താണ്? റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ആണ് RNTCP. ഓക്കെ, അപ്പം ക്ഷയരോഗത്തിന്റെ ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവബിൾ ട്രീറ്റ്മെന്റ് ആണ്. ഇന്റർനാഷണൽ TB ഡേ March 24 കോസ്റ്റ് ഡിസീസ് എന്നും
അതുപോലെ തന്നെ വെളുത്ത പ്ലേഗ് എന്ന് എന്തിനെ അറിയപ്പെടുന്നു? നമ്മുടെ ക്ഷയത്തെ അറിയപ്പെടുന്നു. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കുഷ്ഠമാണ്. കുഷ്ഠരോഗം പകർത്തുന്ന രോഗകാരിയാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. ഏതാണ്? മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. സമ്പർക്കത്തിലൂടെയാണ് കുഷ്ഠരോഗം പകരുന്നത്. പെരിഫറൽ നാഡീ വ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കുഷ്ഠരോഗികൾക്ക് എന്തറിയാൻ വരുന്നില്ല, വേദന അറിയാൻ സാധിക്കത്തില്ല. ഹാൻസൺസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ കുഷ്ഠരോഗ നിർണയ ടെസ്റ്റ് ഏതാണ്? ലെപ്രോമിൻ ടെസ്റ്റ് ആണ്. അതുപോലെ കുഷ്ഠരോഗ ചികിത്സ അറിയപ്പെടുന്നത് എന്താണ്? MDT ആണ്, മൾട്ടി ഡ്രഗ് തെറാപ്പി ആണ് കേട്ടോ. MDT ആണ്, മൾട്ടി ഡ്രഗ് തെറാപ്പി ആണ്. കുഷ്ഠരോഗ ദിനം എന്നാണ്? ജനുവരി 30 ആണ്. കുഷ്ഠരോഗ ദിനം എന്നാണ്? ജനുവരി 30 ആണ്. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എന്ന് നോക്കാം. രോഗകാരി എന്താണ്? വൈറസ് ആണ് മഞ്ഞപ്പിത്തം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ടുവരുന്ന ഏതാണ്? വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് പകർത്തുന്നത് ജലത്തിലൂടെയാണ്. അപ്പോൾ എന്താണ്? മഞ്ഞപ്പിത്തം വരുന്ന ഏത് വഴിയാണ്? ജലത്തിലൂടെയാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരം ഏതാണ്? കരളാണ്. കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. മഞ്ഞപ്പിത്തം 5 രീതിയിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E 5 തരത്തിലുണ്ട്. അപ്പോൾ എന്താണ്? മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ആണ്. രോഗകാരി ഏതാണ്? വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് പകരുന്ന ജലത്തിലൂടെയാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരം ഏതാണ്? കരളാണ്. മഞ്ഞപ്പിത്തം 5 രീതികളിലുണ്ട്. ഓക്കെ. രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ് ഏതെന്ന് പറയുന്നത്? BCD. ബിയും സിയും ഡിയും എവിടെ കൂടെയാണ് പകരുന്നത്? ഈ പറയുന്ന രക്തത്തിലൂടെയാണ് പകരുന്നത്. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും മാത്രം പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും മാത്രം പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ഏറ്റവും അപകടകാരിയാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ബി. പഠിച്ചു വെച്ചോ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. രക്തത്തിലൂടെ പകരുന്നതാണ് BCD എന്ന് പറയുന്നത്. അപ്പൊ രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളുടെയും മാത്രം പകരുന്നത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഏറ്റവും അപകടകാരിയുമാര് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി തന്നെയാണ്. ഇനി പോളിയോ. പോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിയോ രോഗകാരി ആരാണ്? പോളിയോ വൈറസ് ആണ് രോഗകാരി. ജലത്തിലൂടെയും വായിലൂടെയും പകരുന്ന രോഗമാണ് പോളിയോ. ബാധിക്കുന്ന ശരീരം ഏതാണ്? നാഡീ വ്യവസ്ഥയാണ്. മൊത്തം നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കാം. പോളിയോ വാക്സിനുകൾ ഏതൊക്കെയാണ്? OPV ആണ്, ഓറൽ പോളിയോ വാക്സിനും. IPV എന്നാണ്? ഇനാക്റ്റീവ്ഡ് പോളിയോ വാക്സിനുമാണ്. OPVയും IPVയും ആണ് പോളിയോയുടെ എന്താണ് ചികിത്സ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം നമ്മൾ നോക്കിയതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയതായിരുന്നു. OPV എന്ന് വെച്ചാൽ നമ്മൾ എന്തെന്ന് പറഞ്ഞില്ല. എന്താണ്? സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ OPV എന്നറിയപ്പെടുന്നു, സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നു. IPV എന്താണ്? സാൽക്ക് വാക്സിൻ. അപ്പോൾ സാബിൻ വാക്സിൻ എന്നും സാൽക്ക് വാക്സിൻ പഠിച്ചു വെച്ചു. OPV എന്താണ്? സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നു. IPV എന്താണ്? സാൽക്ക് വാക്സിൻ എന്നറിയപ്പെടുന്നു. OPV കണ്ടുപിടിച്ചാരാണ്? ആൽബർട്ട് സാബിൻ ആണ്. അതാണ് എന്ത് വിളിക്കുന്നത്? സാബിൻ വാക്സിൻ എന്ന് വിളിക്കുന്നത്. തുള്ളി മരുന്നാണ് OPV എന്ന് പറയുന്നത്. IPV കണ്ടുപിടിച്ചാരാണ്? ജൊഹാൻസ് സാൽക്കാണ്. അപ്പൊ നമുക്ക് സാൽക്ക് അറിയാം. എന്ത് വിളിക്കുന്നു നമ്മൾ? സാൽക്ക് വാക്സിൻ. IPV എന്ത് വിളിക്കുന്നു? സാൽക്ക് വാക്സിൻ. ഓക്കെ. ആദ്യത്തെ പോളിയോ വാക്സിൻ ആണ് സാൽക്ക് വാക്സിൻ. 1952 സാൽക്ക് വാക്സിൻ വരുന്നത്. അപ്പൊ IPV ഉണ്ട്, OPV ഉണ്ട്, പഠിച്ചു വെക്കാം. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24 ഇതെല്ലാം വളരെ നല്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. OPV എന്ന് വെച്ചാൽ സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നു. IPV എന്താണ്? സാൽക്ക് വാക്സിൻ എന്നറിയപ്പെടുന്നു. OPV കണ്ടുപിടിച്ചാരാണ്? ആൽബർട്ട് സാബിൻ ആണ്. തുള്ളി മരുന്നാണെന്ന് OPV എന്ന് പറയുന്നത്. IPV കണ്ടുപിടിച്ചാരാണ്? ജൊഹാൻസ് സാൽക്കാണ്. ആദ്യമേ കണ്ടുപിടിച്ചതാണ്? സാൽക്ക് വാക്സിൻ ആണ്. 1952 എന്നാണ് പോളിയോ ദിനം? ഒക്ടോബർ 24. അടുത്തൊരു രോഗമാണ് എന്ന് പറയുന്നത് മലേറിയ. രോഗകാരി ഏതാണ്? പ്രോട്ടോസോവയാണ്. അത് പ്രത്യേകം പഠിച്ചു വെക്കുന്നതാണ്. രോഗകാരി ഏതാണ്? പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലേറിയ രോഗകാരി എന്ന് പറയുന്നത്. മലേറിയ പകർത്തുന്നവരാണ്? അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് കൊതുകുകളാണ് ഇത് പകർത്തുന്ന മലേറിയ പകർത്തുന്നത്. ബാധിക്കുന്ന ഭാഗം ഏതാണ്? കരളിനെയും റെഡ് ബ്ലഡ് സെൽസിനെയും ബാധിക്കും. ഇന്ത്യയിൽ മലേറിയ രോഗം ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം എന്താണ്? വൈവാക്സ് ആണ് കേട്ടോ. ഇന്ത്യയിൽ അവിടെ എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് രോഗം പകർത്തുന്നത്. അപ്പൊ മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോസോവ പകർത്തുന്നതാണ്. പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലേറിയ രോഗകാരി എന്ന് പറയുന്നത്. മലേറിയ പകർത്തുന്നതാണ് അനോഫിലസ് കൊതുകുകളാണ്. ബാധിക്കുന്ന ഭാഗം ഏതാണ്? കരൾ അല്ലെങ്കിൽ RBC ആണ്. ഇന്ത്യയിൽ മലേറിയ രോഗം ഉണ്ടാകുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. ഓക്കെ. ഏറ്റവും അപകടകാരിയായ മലേറിയ ഏതാണ്? ഫാൽസിപാരമാണ്. ഫാൽസിപാരമാണ് ഏറ്റവും അപകടകാരിയായ മലേറിയ. ഫാൽസിപാരം. ഓക്കെ, പഠിച്ചത് ഏതാണ്? ഫാൽസിപാരമാണ് ഏറ്റവും അപകടകാരിയായ മലേറിയ. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിനെ മാലിഗ്നന്റ് മലേറിയ എന്നും സെറിബ്രൽ മലേറിയ എന്നും വിളിക്കുന്നു. മാലിഗ്നന്റ് മലേറിയ എന്നും സെറിബ്രൽ മലേറിയ എന്തിനാണ് വിളിക്കുന്നു? നമ്മൾ ഫാൽസിപാരത്തെ വിളിക്കുന്നു. ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഏതാണ് ഫാൽസിപാരം എന്നറിയപ്പെടുന്നത്? ഈ പറയുന്ന ബ്ലാക്ക് വാട്ടർ ഡിസീസ്. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25 ഓക്കെ, ഏപ്രിൽ 25 എന്ന് പറയുന്നത് ലോക മലേറിയ ദിനം. ഓക്കെ, മലേറിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 25. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടൈഫോയിഡ് ആണ് കേട്ടോ. എന്താണ്? സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് രോഗകാരി. സാൽമണല്ല എന്നാണ് ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് രോഗകാരി. ഈ രോഗം പകർത്തുന്നത് എന്താണ്? മലിനജലത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആഹാരത്തിലൂടെയും. മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ഇത് പകരുന്നത്? ടൈഫോയിഡ് പകരുന്നത്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് രോഗകാരി. രോഗം ബാധിക്കുന്ന ശരീരം ഏതാണ്? കുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. കുടലിനെ ഏത് ബാധിക്കുന്നു? നമ്മുടെ ടൈഫോയിഡ് ബാധിക്കുന്നു. ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ആണ് ഇത് വൈറൽ ടെസ്റ്റ്. പഠിച്ചു വെച്ച് ചോദിച്ചിട്ടുണ്ട് PSC. ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ആണ് വൈറൽ ടെസ്റ്റ്. ടൈഫോയിഡ് എന്താണ് നൽകുന്ന വാക്സിൻ ഏതാണ്? ടാബ് ആണ് കേട്ടോ.
ടൈഫോയിഡ് നൽകുന്ന വാക്സിൻ ഏതാണ്? ടാബ് ആണ്. സാൽമണല്ല ടൈഫി ആണെന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത് മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരും. രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കുടലാണ്. ടൈഫോയിഡ് എന്ന് പറയുന്ന ടെസ്റ്റ് ഏതാണ്? വൈറൽ ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് നൽകുന്ന വാക്സിൻ ഏതാണ്? ടാബ് ആണ്. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. ഇനി അടുത്തൊരു രോഗമാണ് എന്ന് പറയുന്നത് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. രോഗകാരി ഏതാണ്? വൈറസ് ആണ്. രോഗം പരത്തുന്ന ജീവി ഏതാണ്? ഈഡിസ് ഈജിപ്റ്റ് കൊതുകാണ്. ഈഡിസ് ഈജിപ്റ്റ് കൊതുകാണ് എന്ന് പറയുന്നത് രോഗകാരി, അല്ലെങ്കിൽ രോഗം പകർത്തുന്ന ജീവിയാണ് ഏതെന്ന് പറയുന്നത് ഈഡിപ്സ് ഈജിപ്തി കൊതുകാണ് ഇത് പകർത്തുന്നത്. ഹെമറേജ് ഫീവർ എന്നും ബ്രേക്ക് ബോൺ ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഹെമറേജ് ഫീവർ എന്നും ബ്രേക്ക് ബോൺ ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു. ടെസ്റ്റ് ആണ് ഇത് IgM. ടെസ്റ്റ് എന്ത് വിളിക്കുന്നു? ഇതിനെ IgM എന്ന് വിളിക്കുന്നു. രോഗങ്ങളാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. രോഗകാരി ഏതാണ്? വൈറസ് ആണ്. രോഗം പകർത്തുന്ന ജീവി ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകാണ്. ഹെമറേജ് ഫീവർ എന്നും ബ്രേക്ക് ബോൺ ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു. ടെസ്റ്റ് ഏതാണ്? IgM ആണ്. ടെസ്റ്റ് എന്ന് പറയുന്നത് IgM ആണ് ഇതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. രോഗകാരി ഏതാണ്? H5N1 ആണ്. H5N1 ആണ് എന്ന് പറയുന്നത് പക്ഷിപ്പനിയുടെ വൈറസ് എന്ന് പറയുന്നത്. പക്ഷിപ്പനി പകർത്തുന്ന വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഇത് ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥയാണ്. ഏതാണ് പക്ഷിപ്പനി ബാധിക്കുന്ന ഏതാണ്? രോഗകാരി എന്ന് പറയുന്നത് H5N1 വൈറസ് ആണ്. പക്ഷിപ്പനി പകർത്തുന്ന ഏതാണ്? വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ്. ഇപ്പൊ പക്ഷിപ്പനി നിങ്ങൾക്ക് അറിയാം H5N1 ആണെങ്കിൽ ഏതാണ്? പന്നിപ്പനി ഏതായിരിക്കും? H1N1 ആണ്. H5N1 ആണെങ്കിൽ പക്ഷിപ്പനിയും H1N1 ആണെങ്കിൽ ഏതാണ്? പന്നിപ്പനിയുമാണ്. ഇത് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. പകരുന്നത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ്. ഓക്കെ, എലിപ്പനി രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, എലിപ്പനി പകരുന്നത് എലിമൂത്രത്തിലൂടെയും ജലത്തിലൂടെയുമാണ്. ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കിഡ്നി അല്ലെങ്കിൽ കരളിനെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ ഇതിനെ ബാധിക്കും, കരളിനെ ഇത് ബാധിക്കും. വീൽസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ഇതിനെന്നറിയപ്പെടുന്നു വീൽസ് ഡിസീസ് എന്നും ഇതിനറിയപ്പെടുന്നു. കേട്ടോ, വീൽസ് ഡിസീസ് എന്നും ഇതിനറിയപ്പെടുന്നു. ഓക്കെ, ഇതാണ് എലിപ്പനിയാണ്. നമ്മൾ നോക്കുമ്പോൾ നിപ്പയാണ്. ഈയിടെ കേരളത്തിലൊക്കെ എന്താണ് പിടിച്ചൊരു പനിയാണ് നിപ്പ എന്ന് പറയുന്നത്. രോഗകാരി ഏതാണ്? വൈറസ് തന്നെയാണ്. ഇത് പകരുന്ന സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയുമാണ്. രോഗഉറവിടം ഏതാണ്? വവ്വാലുകളാണ്. അതുപോലെ തന്നെ സിക്ക വൈറസ് ഏതാണ്? രോഗം പരത്തുന്ന ആരാണ്? ഈഡിസ് കൊതുകാണ്. ഗർഭസ്ഥ ശിശുവിനെയാണ് ഈ രോഗം കൂടുതലായിട്ട് ബാധിക്കുന്നത്, സിക്ക വൈറസ്. ഓക്കെ, ഗർഭിണികളിൽ സിക്ക വൈറസ് രോഗം പിടിപെട്ടാൽ അത് ഗർഭസ്ഥ ശിശുവിന്റെ തലയുടെ വളർച്ച കുറയ്ക്കും. അതുപോലെ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് മൈക്രോസെഫലി. മൈക്രോസെഫലി എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കുകയും ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മൈക്രോസെഫലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗില്ലൻ ബാരി ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ്? ഗില്ലൻ ബാരി ഡിസീസ് സിക്ക വൈറസ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി ഡിസീസ്. അപ്പൊ എന്താണ്? സിക്ക വൈറസ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഗില്ലൻ ബാരി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ന്യൂറോൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ന്യൂറോൺ സിസ്റ്റത്തെ ബാധിക്കും. ഈ രോഗം ബാധിച്ചാൽ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് രോഗങ്ങൾ പഠിച്ചുപോയി. കഴിഞ്ഞ 2 പാർട്ട്, ഈ വീഡിയോയും മുമ്പത്തെ വീഡിയോ ആയിട്ട് രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കവർ ചെയ്ത് പോയത്. ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പോയി. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇത് പോസ് ചെയ്ത് പഠിച്ചു പോവാം. സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LP-UPക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം. 1 മാർക്ക് റാങ്ക് മേക്കിംഗ് ഒക്കെ ഇതിൽ നിന്ന് വരാം കേട്ടോ. ആ 1 മാർക്ക് നമുക്ക് കളയേണ്ട ഒരു ആവശ്യമില്ല. എന്ത് ചെയ്യുക? പഠിക്കുക. പാഠപുസ്തകത്തിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറേ ടോപ്പിക്കുകളാണ് കവർ ചെയ്ത് പോയത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വിഷയമായി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണ് ഈ പറയുന്ന LP-UPക്കും കേട്ടിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് എന്ത് ചെയ്യുക? ഈ ചാനൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.